മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇപ്പോൾ ജോയിയുടെ വീട്ടിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. തിരുവനന്തപുരം നഗരം കേരളത്തിന്റെ തലസ്ഥാനം എന്നുള്ള നിലയിൽ ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുന്നതിൽ നഗരത്തിന്റെ ചുമതല വഹിക്കുന്നവർക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോഴ് ഒരു മഴ പെയ്താൽ വെള്ളം പൊങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും തിരുവനന്തപുരം. അതോടൊപ്പം മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ വലിയ പരാജയമാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള നമ്മുടെ അനുഭവം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ സമയബന്ധിതമായി മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ആവിഷ്കരിക്കേണ്ടത്. ബഹുമാന്യനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഈ അടുത്ത കാലത്ത് അദ്ദേഹം വിദേശയാത്രകളൊക്കെ നടത്തി വന്നിട്ടുള്ള ഒരാളാണ്. ആ വിദേശയാത്രകളിൽ നിന്ന് എങ്ങനെയാണ് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ നഗരങ്ങൾ പരിപാലിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അദ്ദേഹം തിരുവനന്തപുരത്തു കൂടി പ്രാവർത്തികമാക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ജോയിയുടെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നത്തെ പറ്റിയുള്ള ഒരു രാഷ്ട്രീയ വിമർശനം കൂടിയാണ് വി മുരളീധരൻ അവിടെ നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്.